ചിത കൊടുത്താനാവില്ല ഏട്ടാ. നീ എന്താ ഈ പറഞ്ഞത്? എത്ര കുടുംബങ്ങളുടെ പാപഭാരമാണ് ഇവന് ചുറ്റും. ഇവൻ കാരണം എത്ര കുടുംബങ്ങളാണ് കണ്ണീര് തൂവിയത്. ഇങ്ങനൊരു മകന്റെ ചിതയ്ക്ക് തീ വയ്ക്കാൻ എന്നിലെ അച്ഛൻ സമ്മതിക്കുന്നില്ല. ചേട്ടാ സോഡ. ഏയ് നിർത്ത് നിർത്ത്. അത് നമ്മൾ CC ക്യാമറ കണ്ട വണ്ടിയല്ലേ? അത് സാർ വിട് സാർ. എന്താ സാർ? ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. കേറാൻ സജീവൻ, വക്കച്ചന്റെ ഡ്രൈവർ. സജീവൻ എന്തോ പറയാനുണ്ടല്ലോ. ഒന്നുമില്ല സാർ. ടോബി മരണപ്പെട്ടത് നിനക്കറിയില്ലേ? സജീവൻ സത്യം പറയാൻ ഞാൻ എന്ത് മുറയെടുക്കണം? ഒന്നും വേണ്ട സാർ. ഞാൻ പറയാം. എനിക്കറിയേണ്ടത് ഒന്നു മാത്രം. ടോബിയും വക്കച്ചനും തമ്മിലുള്ള ബന്ധം. ഞാനിവിടെ തന്നെ ഉണ്ട്. ടോബി ICUവില. നീ ഒന്ന് വേഗം വാ. അല്ല ചേട്ടാ, ഈ ആക്സിഡന്റിൽ പെട്ടവരെ ഇപ്പൊ കാണാൻ പറ്റില്ല. അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ വല്ലവരുമാണ്? ഡോക്ടറെ, ഞാൻ വക്കച്ചൻ, പെൺകുട്ടിയുടെ അച്ഛനാ. നിങ്ങളൊന്ന് വരൂ. സംഗതിയുടെ സീരിയസ്നെസ് മിസ്റ്റർ വക്കച്ചൻ ഉൾക്കൊള്ളണം. ഹെഡിൽ 3 സ്ഥലത്ത് രക്തസ്രാവമുണ്ട്. അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാനാവില്ല. സാറിന്റെ മോളെ രക്ഷിക്കണം. എന്റെ എല്ലാ പ്രതീക്ഷയും അവളാ. പണം ഒരു പ്രശ്നമല്ല ഡോക്ടർ. എന്റെ ഭാര്യയും ഞാൻ അറിയിച്ചിട്ടില്ല. അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. എന്റെ ഇളയ മോളും ഇത് അറിഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം സാർ. വക്കച്ചന്റെ വിഷമം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. ഞങ്ങളെ കൊണ്ടാകുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ വലിയൊരു ഡോക്ടർ തീരുമാനമല്ലേ വക്കച്ച അന്തിമം. മോളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ? അറിയില്ല സാർ. അവൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് അവിടേക്ക് നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ. ഇത് എങ്ങനെയാണെന്ന് ഡോക്ടറെ, എനിക്ക് മോളെ ഒന്ന് അടുത്ത്. നോനോ, ഇപ്പൊ അങ്ങോട്ട് പ്രവേശനമില്ല. അല്ല, നിങ്ങളുടെ മകളുടെ കൂടെ വന്ന ചെറുപ്പക്കാരൻ ആരാണ്? അറിയില്ല ഡോക്ടർ, ഒന്നും അറിയില്ല എനിക്ക്. നിങ്ങളിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. 2 ദിവസത്തിനകത്ത് വാർഡിലേക്ക് മാറ്റും. ഒരാഴ്ചക്കുള്ളിൽ മോനെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി, അവൾക്കല്പം സീരിയസ് ആണ്. ദാ പെൺകുട്ടിയുടെ അച്ഛൻ അവിടെ ഇരിക്കുന്നേ. ശരി എന്നാ. ആ കുട്ടി താങ്കളുടെ മകളാണെന്നറിഞ്ഞു. എന്റെ മോനോടൊപ്പം അവളെങ്ങനെ? എനിക്കൊന്നും അറിയില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ. കരയാതിരിക്കെ സർ, എപ്പോ നോക്കിയാലും മാതാപിതാക്കൾക്ക് മക്കളോടൊപ്പം നടക്കാൻ പറ്റുമോ? അവരെ കോളേജിൽ വിടുന്നത് പഠിക്കാൻ വേണ്ടിയല്ലേ. എന്താ അതവർ മനസ്സിലാക്കാത്തത്? ഒരച്ഛനും അമ്മയും മക്കളെ വഴിപഴച്ച് കാണാൻ ആഗ്രഹിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഓരോന്ന് നടക്കുന്നത്. ആക്സിഡന്റ് പറ്റിയവരുടെ സാധനങ്ങളാ. ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം.
സംഭവിക്കാനുള്ളത് സംഭവിച്ചു മോളെ. ഇനിയും കരഞ്ഞിട്ട് എന്താ കാര്യം? ഒരച്ഛനും കാണാൻ പാടില്ലാത്തതാണ് ഞാൻ ഇന്ന് കണ്ടത്. ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് മോൾക്കറിയായിരുന്നു? എന്റെ ഭർത്താവിന്റെ ധീരസാഹസങ്ങളും അങ്ങേരുടെ കാമുകിമാരുടെ എണ്ണവും ഓർത്തു വെക്കാൻ മാത്രം എന്റെ തലച്ചോറിന് വലുപ്പമില്ല. അപ്പോ ടോബി നിങ്ങളുടെ ബൈബിളിൽ പറയാറില്ലേ ചെകുത്താനെ കുറിച്ച്? ആ ചെകുത്താനൊക്കെ എത്രയോ ഭേദം. റെസ്റ്റ് എടുക്കണം കേട്ടോ. എന്തിനാടി കരണേ? ഞാൻ ചത്തോ? എന്തിനാ ഈ പാവത്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കണത്? ഇനി ഇതിനെങ്ങനെ കരയിക്കരുത്. ആരോടും പറഞ്ഞില്ല എന്നെ ചൊല്ലി വിഷമിക്കാൻ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ. അത് സഹിക്കാൻ പറ്റുന്നവർ നിന്നാ മതി. ഈ പ്രായവും ചോരത്തെളുപ്പൊക്കെ ഒരു ദിവസം ചോർന്നു പോകും. അപ്പൊ സഹായിക്കാനേ ഇവളെ കാണൂ, അത് മറക്കണ്ട. കയ്യിൽ കാശുണ്ടെങ്കിൽ സുന്ദരിമാരായ ഹോം നേഴ്സ് ഉണ്ടാവും. അമ്മാവൻ തൽക്കാലം സ്ഥലം വിട്. എന്റെ അച്ഛൻ വരുന്നുണ്ട്. ഇനി അയാളും കിട്ടിയെടുക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഏതാ? ചോദ്യം ചെയ്യുന്നൊക്കെ അങ്ങ് സ്റ്റേഷനിൽ മതി. ഒന്ന് പോയി തരും എല്ലാരും. ആ ഇത് ഡിസ്ചാർജ് ആണല്ലേ? അതെ. ടേക്ക് കെയർ ഓഫ് ഹിം. ഓക്കെ. ഞങ്ങളിന്ന് പോവും.